പേജ് നമ്പർ 80-ലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇഫ് ദ സൈഡ്സ് ഓഫ് എ റെക്ടാങ്കിൾ ആർ ഡിക്രീസ്ഡ് ബൈ 1 മീറ്റർ, അതായത് ഒരു റെക്ടാങ്കിളിൻ്റെ സൈഡ്സ് 1 മീറ്റർ വീതം കുറയുവാണല്ലേ. അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് ഏരിയ വുഡ് ബി 741 സ്ക്വയർ മീറ്റേഴ്സ്. അപ്പോൾ 1 മീറ്റർ വീതം കുറയുമ്പോൾ, ലെങ്തും ബ്രെഡ്ത്തും 1 മീറ്റർ വീതം കുറയുമ്പോൾ അതിൻ്റെ ഏരിയ എത്രയായിരിക്കും? 741 സ്ക്വയർ മീറ്റർ ആയിരിക്കും. ഇഫ് ഇൻക്രീസ്ഡ് ബൈ 1 മീറ്റർ ഇറ്റ് വുഡ് ബി 861 സ്ക്വയർ മീറ്റേഴ്സ്. റെക്ടാങ്കിളിന്റെ സൈഡ്സ്, അതായത് ലെങ്തും ബ്രെഡ്ത്തും ഓരോ മീറ്റർ വീതം കൂടുവാണെങ്കിൽ അതിന്റെ ഏരിയ എത്ര ആയിരിക്കും? 861 സ്ക്വയർ മീറ്റേഴ്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ? ഏത് റെക്ടാങ്കിളിന്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ ആദ്യം എടുത്ത റെക്ടാങ്കിൾ ഉണ്ടല്ലോ, ആ റെക്ടാങ്കിളിൽ നിന്നാണ് അതിന്റെ സൈഡ്സ് 1 മീറ്റർ വീതം കുറയുമ്പോൾ കിട്ടുന്ന ഏരിയയും 1 മീറ്റർ വീതം കൂടുമ്പോൾ കിട്ടുന്ന ഏരിയ ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആദ്യം എടുത്ത റെക്ടാങ്കിളിന്റെ ഏരിയ ആണ്. നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x മീറ്റർ ലെങ്ത് ഉള്ള y മീറ്റർ ബ്രെഡ്ത്തും ഉള്ള റെക്ടാങ്കിളിന്റെ ഏരിയ ആണ്. ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എക്സ് വൈ എന്നാണല്ലേ, എക്സ് ഇൻറ്റു വൈ. എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇതാണ് ഏരിയ. ഈ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ക്വസ്റ്റിന് തന്നേക്കുന്ന എന്താണ്? സൈഡ്സ് 1 മീറ്റർ വീതം കുറവായ, അതായത് എക്സ് എന്ന് പറയുന്ന സൈഡ് 1 മീറ്റർ കുറയുമ്പോൾ എങ്ങനെയാണ്? x-1 അല്ലേ. 1 മീറ്റർ കുറവാന്ന് പറയുമ്പോൾ x-1. അതുപോലെ y എന്ന് പറയുന്ന സൈഡും എന്താണ്? 1 മീറ്റർ കുറഞ്ഞു, അപ്പോഴും എന്താണ്? y-1. ഇതിന്റെ ഏരിയ, അതായത് ലെങ്ത് 1 മീറ്റർ കുറഞ്ഞു, ബ്രെഡ്ത്ത് 1 മീറ്റർ കുറഞ്ഞു, അപ്പോഴും എന്താണ്? ഇത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നുള്ള ഫോം അല്ലയോ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ എത്രയാണ്? 741. അടുത്ത എന്താണ്? ഇതിന്റെ എക്സ്പാൻഷൻ നമുക്കറിയാമല്ലോ. ബ്രാക്കറ്റിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ, അല്ലെങ്കിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാ? എക്സ് വൈ, അടുത്ത എന്താണ്? മൈനസ് ആണോ പ്ലസ് ആണോ? മൈനസ് എക്സ് മൈനസ് വൈ പ്ലസ് 1. ഇതെല്ലാവരും നമ്മുടെ ഇക്വേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 741. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം അല്ലേ. ഇനി അടുത്തത് എന്താ പറഞ്ഞേക്കുന്നത്? 1 മീറ്റർ വീതം കൂടിയാലുള്ള ഏരിയ ആണല്ലേ. 1 മീറ്റർ വീതം കൂടുക എന്ന് പറഞ്ഞാൽ ഈ എക്സിൽ നിന്നും വൈയിൽ നിന്നുമാണ് 1 മീറ്റർ വീതം കൂടുന്നത്. അപ്പോൾ എക്സിൽ നിന്ന് 1 മീറ്റർ കൂടുമ്പോൾ എന്താണ്? എക്സ് പ്ലസ് 1. വൈയിൽ നിന്ന് 1 മീറ്റർ കൂടുമ്പോഴോ? വൈ പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 861. അപ്പോൾ ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ അറിയാമല്ലോ. എങ്ങനെയാണ്? എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 ഈക്വൽ ടു 861. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക അല്ലേ. അപ്പം നീളവും വീതിയും 1 മീറ്റർ കുറയുമ്പോൾ ഉള്ള പരപ്പളവും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? അതിൻ്റെ ഇക്വേഷൻ എഴുതി അല്ലേ. അതുപോലെ തന്നെ നീളവും വീതിയും 1 മീറ്റർ കൂടുമ്പോൾ ഉള്ള പരപ്പളവും നമുക്കറിയാം. അതിൽ നിന്ന് നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിച്ച് അങ്ങനെ 2 ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 2 ഇക്വേഷനെ ഒന്ന് സോൾവ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്യാൻ പോവാണ്. ഈ ഇക്വേഷനെ നമുക്ക് 2 രീതിയിൽ സോൾവ് ചെയ്യാം. എങ്ങനെയൊക്കെയാണ്? ഒന്നെങ്കിൽ ഇത് രണ്ടും കൂടെ നമുക്ക് കൂട്ടി വെക്കാം അല്ലേ, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ കുറയ്ക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് കൂട്ടി നോക്കാം എന്താണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടെ ഞാനൊന്ന് കൂട്ടാൻ പോവാം. 1 + 2. എക്സ് വൈ പ്ലസ് എക്സ് വൈ എന്താണ്? രണ്ടും സെയിം സൈൻ ആണ്. രണ്ടും കൂടെ കൂട്ടി വെക്കാം അല്ലേ. എക്സ് വൈ പ്ലസ് എക്സ് വൈ എന്ന് പറയുന്നത് 2xy. മൈനസ് എക്സും പ്ലസ് എക്സും കൂടെ കട്ടായി പോവും അല്ലേ. അപ്പോൾ അവിടെ 0 ആണ്. അതുപോലെ തന്നെ മൈനസ് വൈയും പ്ലസ് വൈയും കട്ടായി പോവും, അതും 0 ആയിട്ട് പോവും. പിന്നെന്താണ്? 1 + 1. 1 + 1 എന്താണ്? 2 വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് രണ്ടും കൂടെ കൂട്ടിയാലോ? 1 1 2, 6 4 10, ശിഷ്ടം 1, 8 8 8 16, 1602 എന്ന് കിട്ടും. ഈ 1602ന്റെ അടുത്തേക്ക് ഈ 2നെ നമുക്ക് കൊണ്ടുവരാം അല്ലേ. അപ്പം 2xy ഈക്വൽ ടു 1602. 2 ഇപ്പുറത്ത് വരുമ്പോൾ -2. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് അത് ഈക്വൽ സൈൻ അപ്പുറത്ത് വരുമ്പോൾ എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. -2 ഈക്വൽ ടു, ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ 1600 അല്ലേ. ഇനി എന്താണ്? 2xy ആണ് 1600. അപ്പോൾ xy എന്തായിരിക്കും? xy ഈക്വൽ ടു 1600. എന്താ ചെയ്യുന്നത്? ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ് അല്ലേ. 2 കൊണ്ട് ഗുണിക്കുവാണ്. ഇത് ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഹരണമാവും അല്ലേ, അതായത് ഡിവിഷൻ ആവും. ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇവിടെ 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 8 വരും അല്ലേ. 16നെ 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 8 വരും. പിന്നെ 2 0, 800 എന്ന് കിട്ടും. xy എന്ന് പറഞ്ഞാൽ നമുക്ക് 800 എന്ന് കിട്ടി അല്ലേ. ശരിക്കും xy എന്ന് പറഞ്ഞാൽ എന്താണ്? xy എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എടുത്ത ചതുരത്തിന്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലേ, അതായത് ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയാം. അപ്പൊ നമ്മളോട് ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ എന്തുവായിരുന്നു? ഈ ചതുരത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിരുന്നു അല്ലേ, അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കാനായിരുന്നു. അത് നമ്മൾ എങ്ങനെയാ ചെയ്തത്? നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു തന്നത്? ഈ ഒരു റെക്റ്റാങ്കിളിന്റെ ലെങ്തും ബ്രെഡ്ത്തും 1 മീറ്റർ വീതം കുറവായിട്ടുള്ള മറ്റൊരു റെക്റ്റാങ്കിളിന്റെ ഏരിയയും തന്നു. അതുപോലെ തന്നെ സെയിം റെക്റ്റാങ്കിളിന്റെ
ലെങ്തും ബ്രെഡ്ത്തും 1 മീറ്റർ കൂടുതലായിട്ടുള്ള വേറൊരു റെക്റ്റാങ്കിളിന്റെ ഏരിയയെ തന്നിട്ടുണ്ടായിരുന്നു. ആ രണ്ട് ഏരിയയുടെയും ഇക്വേഷൻ എഴുതി ആ ഇക്വേഷൻസ് രണ്ടും കൂടെ സോൾവ് ചെയ്തിട്ട്, സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കൂട്ടിവെച്ചപ്പോൾ നമുക്ക് XY ആണ് കിട്ടിയത്. XY എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ട റെക്റ്റാങ്കിളിന്റെ ഏരിയ ആയിരുന്നു, അല്ലെങ്കിൽ പരപ്പളവായിരുന്നു. അപ്പൊ XY എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ ഒറിജിനൽ റെക്റ്റാങ്കിളിന്റെ ഏരിയ ആണ്. അതായത് ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഈക്വൽ ടു 800 മീറ്റർ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. അതേപോലെ തന്നെ പരപ്പളവ് മലയാളം മീഡിയക്കാർക്ക് വേണ്ടിയിട്ടാണ്. പരപ്പളവ് എന്ന് പറഞ്ഞാൽ 800 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ കണ്ടുപിടിക്കേണ്ടത്? പെരിമീറ്റർ കണ്ടുപിടിക്കാനാണ് അല്ലേ. അപ്പൊ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? 2 × L + B എന്നാണ് അല്ലേ. 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്, 2 × നീളം അധികം വീതി. ഇവിടെ നമ്മൾ ലെങ്തിനും ബ്രെഡ്ത്തിനും എന്താ കൊടുത്തേക്കുന്നത്? XY എന്നാണ് അല്ലേ. അപ്പൊ 2 × X + Y ആണ് പെരിമീറ്റർ. അപ്പൊ നമുക്ക് അതിനായിട്ട് എന്ത് കണ്ടുപിടിക്കണം? X + Y കണ്ടുപിടിക്കണം അല്ലേ. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ 2 ഇക്വേഷൻസ് ഉണ്ടായിരുന്നു, 1 ഉം 2 എന്നും പറഞ്ഞിട്ട് 2 ഇക്വേഷൻസ് ഉണ്ടായിരുന്നു. ആ 2 ഇക്വേഷനെയും കൂടെ നമ്മൾ കൂട്ടി വെച്ചല്ലേ. ഇതിനകത്ത് ഞാൻ രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യാനാണ് പോകുന്നത്. അതായത് രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്നും ഒന്നാമത്തെ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്നതാണല്ലോ നമുക്ക് എളുപ്പം. അതുകൊണ്ടാണ് രണ്ടാമത്തെ ഇക്വേഷൻ ആദ്യം എഴുതിയേക്കുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സബ്ട്രാക്ട് ചെയ്യുക എന്നുള്ള മീനിങ്ങിൽ ഇവിടെ എല്ലാം എന്താണ്, ചെറുതായിട്ട് നിങ്ങളൊന്ന് മൈനസ് കൊടുക്കുന്നത് നന്നായിരിക്കും. XY - XY എന്താണ്? ക്യാൻസൽ ആയിപ്പോ അല്ലെ, 0 ആണല്ലേ. അടുത്തത് X - X എന്നാണ്. ഈ മൈനസ് കൂടെ എന്തായിട്ട് മാറും? 2 മൈനസ് കൂടി ചേരുമ്പോൾ എന്തായിരിക്കും? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. മൈനസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുവാണ്, മൈനസുകൾ തമ്മിൽ ഗുണിക്കുവാണ്. അപ്പൊ 2 മൈനസ് വരുമ്പോൾ ഒരു പ്ലസ് ആയിട്ട് വരും അല്ലേ. X + X എന്ന് പറഞ്ഞാൽ 2X. അടുത്ത എന്താണ്? Y + Y. ഇതേപോലെ തന്നെ Y - Y ആണ്. Y + Y എന്ന് പറയുന്നത് +2Y. 2Y ഉണ്ട്, അതുകൊണ്ട് 2Y. 1 - +1 എന്നാണ് അല്ലേ. മൈനസും പ്ലസും കൂടെ ചേരുമ്പോൾ മൈനസ് വരും. അപ്പോൾ 1 - 1 എന്ന് പറഞ്ഞാൽ 0, അതും ക്യാൻസൽ ആവും. അടുത്ത ഇത് തമ്മിൽ മൈനസ് ചെയ്യണം അല്ലേ. 1 - 1 എന്താണ്? 0 ആണ്. 6 - 4, 6 ൽ നിന്ന് 4 പോകെ 2, 8 ൽ നിന്ന് 7 പോകെ 1. 2X + 2Y എന്ന് പറയുന്നത് 120, 120 ആണ്. ഇനി എന്താണ്? രണ്ടിടത്തും 2 കോമൺ ആണ് അല്ലേ. അപ്പം നമുക്ക് 2 ഇനി കോമൺ ആയിട്ട് എടുക്കാം. 2 of X + Y ഈക്വൽ ടു എന്താണ്? 120 എന്ന് കിട്ടും. അപ്പൊ നോക്കിയേ, നമുക്ക് ആൻസർ ഡയറക്റ്റ് കിട്ടി അല്ലേ. അതായത് 2 × X + Y ആണ് നമ്മുടെ പെരിമീറ്റർ അല്ലേ. പെരിമീറ്ററിന്റെ ഇക്വേഷൻ 2 × X + Y എന്നല്ലേ. അത് 120 എന്ന് കിട്ടി അല്ലേ. അപ്പൊ നമുക്ക് എന്താ എഴുതാം? 120 മീറ്റർ എന്ന് എഴുതാം അല്ലേ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഇക്വേഷനെ തമ്മിൽ കൂട്ടിയപ്പോൾ നമുക്ക് ഏരിയ കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഇക്വേഷനെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്തപ്പോൾ പെരിമീറ്ററും കിട്ടി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ് അല്ലേ. അതായത് നമ്മുടെ ഒറിജിനൽ റെക്ടാങ്കിളിന്റെ ലെങ്തും ബ്രെഡ്ത്തും, നീളവും വീതിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലെങ്തും ബ്രെഡ്ത്തും എന്ന് പറഞ്ഞാൽ X ഉം Y ഉം ആണ്. ഈ X ഉം Y ഉം കണ്ടുപിടിക്കാൻ നമുക്ക് ഏതൊക്കെ ഇക്വേഷൻ വേണം? X + Y ഉം X - Y ഉം വേണം അല്ലേ. ഇവിടെ നമുക്ക് X - Y തന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല. XY ഉം X + Y ഉം മാത്രമാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഏരിയ കണ്ടുപിടിച്ചപ്പോൾ XY എന്ന് പറയുന്ന ആ ഒരു ടേം കിട്ടി. അതുപോലെ തന്നെ പെരിമീറ്റർ കണ്ടുപിടിച്ചപ്പോൾ, ചുറ്റളവ് കണ്ടുപിടിച്ചപ്പോൾ X + Y എന്ന് പറയുന്ന ടേമും കിട്ടി. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? X - Y ആണല്ലേ. കഴിഞ്ഞ ദിവസം നമ്മളിത് വിശദമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ X - Y എങ്ങനെയാ ചെയ്യുന്നത്? അതിനൊരു ഇക്വേഷൻ ഉണ്ടല്ലോ. എന്തായിരുന്നു ഇക്വേഷൻ? ഇതല്ലായിരുന്നു ഇക്വേഷൻ. അപ്പൊ ഈ ഇക്വേഷനകത്തോട്ട് നമുക്ക് വാല്യൂസ് കൊടുത്തിട്ട് X - Y കണ്ടുപിടിക്കാം അല്ലേ. ആദ്യം എന്താണ്? X + Y കൊടുക്കാം. X + Y എന്ന് പറയുന്നത് 60 ആണല്ലേ. X + Y എങ്ങനെയാ 60 ആയത്? നമ്മൾ പെരിമീറ്റർ കണ്ടുപിടിച്ചായിരുന്നല്ലോ. എന്താണ്? 2 × X + Y അല്ലേ. 2 × X + Y എന്ന് പറയുന്നത് 120 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ. അവിടെ നിന്നും X + Y കിട്ടുമല്ലോ. X + Y ഈക്വൽ ടു 120. ഇവിടെ ഗുണിക്കുമാണ്, അതുകൊണ്ട് ഈ 2 ഇപ്പുറത്ത് വരുമ്പം ഹരണം വരും അല്ലേ. അതായത് 2 = 60 എന്ന് കിട്ടും. അങ്ങനെയാണ് ഇവിടെ X + Y 60 എന്ന് കിട്ടിയത്. അപ്പൊ X + Y എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് കൊടുക്കാം? 60യുടെ സ്ക്വയർ മൈനസ് 4 × XY എത്രയാണ്? 800, 800 ഈക്വൽ ടു 6ന്റെ സ്ക്വയർ എത്രയാണ്? 36. 6ന്റെ സ്ക്വയർ 36. 0ന്റെ സ്ക്വയർ വരുമ്പോൾ എത്ര 0 ഇടും? 2 0 അല്ലേ. മൈനസ് 8 × 4 എത്രയാണ്? 32 ആണ്. 32, പിന്നെ 2 0 വരും അല്ലേ. ഇനി എന്താണ്? ഇവിടെ രണ്ടും കൂടെ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. 0 - 0 എന്ന് പറയുന്നത് 0 ആണ്. വീണ്ടും 0 - 0 എന്ന് പറയുന്നത് 0 ആണ്. 6ൽ നിന്ന് 2 പോകെ 4 ആണ്. 3ൽ നിന്ന് 3 പോകെ 0 ആണ്. അപ്പൊ എത്ര കിട്ടുന്നത്? 400 എന്ന് കിട്ടും അല്ലേ. 400 എന്ന് പറയുന്നത് X - Y ദ ഹോൾ സ്ക്വയർ ആണ് 400. അപ്പൊ X - Y എന്തായിരിക്കും? X - Y ഈക്വൽ ടു 400ന്റെ റൂട്ട് എടുത്താൽ മതി അല്ലേ. 400ന്റെ റൂട്ട് എന്താണ്?
4ന്റെ റൂട്ട് 2 ആണല്ലേ, 2 പൂജ്യം ഇവിടെ വരുന്നുണ്ട്. 2 പൂജ്യത്തിന്റെ റൂട്ട് എടുക്കുമ്പോൾ 1 പൂജ്യം അല്ലേ വരത്തുള്ളൂ. അപ്പോൾ 20 എന്നാണ് നമുക്ക് എക്സ് മൈനസ് വൈ കിട്ടിയത്. ഇനി എക്സും വൈയും കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി അറിയാമല്ലോ, നമ്മൾ പെയർസ് ഓഫ് ഇക്വേഷനിൽ പഠിച്ചിട്ടുണ്ടല്ലേ. എങ്ങനെയാണ് ചെയ്യുന്നത്? അതായത് 2 സംഖ്യകളുടെ സമ്മും അതിൻ്റെ ഡിഫറൻസും കൂടി എന്ത് ചെയ്യുക, ആഡ് ചെയ്യുമ്പോൾ, കൂട്ടുമ്പോൾ എന്ത് കിട്ടും? വലിയ സംഖ്യ, ഇവിടെ വലിയ സംഖ്യ എക്സ് ആണ്, വലിയ സംഖ്യയുടെ ട്വൈസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 2 സംഖ്യകളുടെ സം എത്രയായിരുന്നു കിട്ടിയത്? സം എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 60 ആണല്ലോ കിട്ടിയത്. അപ്പോൾ 60 എന്ന് കൊടുക്കാം. പ്ലസ് എക്സ് മൈനസ് വൈ നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ച എത്രയാണ്? 20. 60 20 കൂട്ടിയാൽ എത്രയാണ്? 6 2 8 ആണല്ലേ, 80. ഈ 80 എന്ന് പറഞ്ഞാൽ എന്താണ്? 2x ആണ്. അതായത് വലിയ സംഖ്യയുടെ ട്വൈസ് ആണ് ഈ 80 എന്ന് പറയുന്നത്. അപ്പോൾ വലിയ സംഖ്യയായ എക്സ് എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു 80 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും അല്ലേ, അതായത് 40 മീറ്റർ ആയിരിക്കും എക്സ്. ഇനി അടുത്തത് എന്താ കണ്ടുപിടിക്കേണ്ടത്? വൈ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. വൈ കണ്ടുപിടിക്കാനും ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 2 സംഖ്യകളുടെ സമ്മും അതിൻ്റെ തന്നെ ഡിഫറൻസും കൂടെ മൈനസ് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ എന്താ കിട്ടുന്നത്? ചെറിയ സംഖ്യയുടെ ട്വൈസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 2 സംഖ്യകളുടെ സമ്മ് 60 ആണ്, ഡിഫറൻസ് എത്രയാണ്? 20 ആണ്. അതിൻ്റെ സബ്ട്രാക്ഷൻ എന്താണ് കിട്ടുന്നത് നോക്കാം. 60 മൈനസ് 20 എത്രയാണ്? 40 ആണല്ലേ. ഈ 40 എന്ന് പറയുന്ന ആരാണ്? 2y ആണ്. അതായത് y ഈക്വൽ ടു എന്താണ്? 40 ഡിവൈഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 20 മീറ്റർ ആണ് y. ലെങ്ത് അല്ലെങ്കിൽ നീളം x ഈക്വൽ ടു 40 എന്നും ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വീതി y ഈക്വൽ ടു 20 എന്നും കിട്ടി. അങ്ങനെ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 2 നമ്പേഴ്സ് എടുത്തിട്ട് ആ നമ്പേഴ്സിന്റെ കൂടെ 1 വീതം കൂട്ടിക്കഴിഞ്ഞിട്ട് അതിന്റെ പ്രോഡക്റ്റ് എടുത്തപ്പോൾ എത്ര കിട്ടി? 1271 എന്ന് കിട്ടി. അതുപോലെ തന്നെ ആ 2 നമ്പറിന്റെ കൂടെയും 1 വീതം കുറച്ചിട്ട് അതിന്റെ പ്രോഡക്റ്റ് എടുത്തപ്പോൾ അതിനെ വീണ്ടും ഗുണിച്ചപ്പോൾ എന്ത് കിട്ടി? 1131 എന്ന് കിട്ടി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ്? അതായത് ആ എടുത്ത നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമുക്ക് നമ്പേഴ്സിനെ എക്സ് വൈ എന്ന് എടുക്കാമല്ലോ. സംഖ്യകളെ നമ്മൾ എക്സ് വൈ എന്ന് എടുത്തു. അപ്പൊ അടുത്ത നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ 2 നമ്പേഴ്സിന്റെയും കൂടെ 1 വീതം കൂട്ടിയിട്ട് അതിന്റെ പ്രോഡക്റ്റ് എടുക്കും അല്ലെ. 1 വീതം കൂട്ടുക എന്ന് പറഞ്ഞാൽ എക്സിന്റെ കൂടെ 1 കൂട്ടുമ്പോൾ എക്സ് പ്ലസ് 1 എന്നാണല്ലോ. അതുപോലെ വൈയുടെ കൂടെ 1 കൂട്ടുമ്പോൾ വൈ പ്ലസ് 1 അല്ലേ. ഇതിന്റെ രണ്ടിനും കൂടെ പ്രോഡക്റ്റ് ആണ് എടുത്തേക്കുന്നത്. പ്രോഡക്റ്റ് എത്രയാണ്? 1271 ആണ് പ്രോഡക്റ്റ്. അപ്പൊ ഇതിനെ നമുക്ക് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാമല്ലോ. എന്താണ് ഇക്വേഷൻ? ഇപ്പൊ എല്ലാവരും കാണാൻ പഠിച്ചു കാണും. എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് y plus 1 which is equal to 1271. ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത എന്താ ചെയ്യുന്നത്? ഈ നമ്പറിനെ തന്നെ 1 വീതം കുറയ്ക്കണം അല്ലേ. 1 വീതം കുറച്ചിട്ട് അതിന്റെ പ്രോഡക്റ്റ് എടുക്കണം. അപ്പൊ എങ്ങനെ 1 വീതം കുറയ്ക്കുന്നത്? എക്സിന്റെ കൂടെ 1 കുറയ്ക്കുമ്പോൾ എക്സ് മൈനസ് 1, വൈയുടെ കൂടെ 1 കുറയ്ക്കുമ്പോൾ വൈ മൈനസ് 1. ഇതിന്റെ പ്രോഡക്റ്റ് എത്രയാണ്? 1131 ആണ് അല്ലേ. ഇനി നമ്മൾ ഇതിനെയും എന്താണ് എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്ത് കിട്ടും? എക്സ് വൈ മൈനസ് എക്സ് മൈനസ് വൈ പ്ലസ് 1 ഈക്വൽ ടു 1131. ഇക്വേഷൻ നമ്പർ 2. അടുത്ത എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമുക്കിവിടെ എന്തായിരുന്നു വേണ്ടത്? നമ്മുടെ ഒറിജിനൽ നമ്പറിന്റെ പ്രോഡക്റ്റ് ആണ് വേണ്ടത് അല്ലേ. എക്സ് ഇൻറ്റു വൈ ആണ് വേണ്ടത് അല്ലേ. എക്സ് ഇൻറ്റു വൈ കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ 2 ഇക്വേഷനെയും കൂടെ കൂട്ടി വെക്കും. നമുക്ക് ഈ 2 ഇക്വേഷനെയും കൂടെ ഒന്ന് കൂട്ടി നോക്കാം. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടെ നമ്മൾ കൂട്ടാൻ പോവാണ്. എക്സ് വൈ പ്ലസ് എക്സ് വൈ എന്താണ്? 2xy ആണ് അല്ലേ. 2xy പ്ലസ് എക്സും മൈനസ് എക്സും കൂടെ കൂട്ടുമ്പോൾ ക്യാൻസൽ ആയിപ്പോ അല്ലേ. ഒന്ന് പ്ലസും ഒന്ന് മൈനസും ആയതുകൊണ്ട് ക്യാൻസൽ ആവും. അതുപോലെ തന്നെ പ്ലസ് വൈയും മൈനസ് വൈയും കൂടെ കൂട്ടുമ്പോഴും ക്യാൻസൽ ആവും. 1 + 1 എത്രയാണ്? 2 ആണ്. ഇനി ഇത് തമ്മിൽ കൂട്ടുമ്പോഴോ 1 1 2, 7 3 10, ശിഷ്ടം 1, 2 2 4, 1 1 2. അടുത്ത എന്താ ചെയ്യുന്നത്? 2xy ഇവിടെ നിർത്തിയിട്ട് നമ്മൾ 2നെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകും. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇപ്പുറത്ത് വരുമ്പോൾ -2. ഇതിന്റെ ആൻസർ എന്താണ്? 2400 എന്ന് കിട്ടത്തില്ലേ? 2400. അതായത് xy എന്തായിരിക്കും? xy എന്ന് പറയുന്നത് 2400. ഇതിവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇതിപ്പുറത്ത് വരുമ്പം ഡിവിഷൻ, ഡിവൈഡഡ് ബൈ 2. 2400 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 24 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 24ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 12 ആണല്ലേ. 12 പിന്നെ 2 0 ഉണ്ടല്ലോ, 1200. അപ്പൊ ഇവിടുത്തെ എക്സിന്റെയും വൈയുടെയും പ്രോഡക്റ്റ് എന്താണ്? 1200 ആണ്.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചേക്കുന്നത് അതിന്റെ സം ആണല്ലേ. സം എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ആണ്. അതെങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? ഈ രണ്ട് ഇക്വേഷനൂടെ സബ്ട്രാക്ട് ചെയ്ത് വെച്ചാൽ മതി അല്ലേ. നമുക്കൊന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. ഇവിടെ 1 - 2 തന്നെയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാ? വലിയ സംഖ്യ ഇക്വേഷൻ നമ്പർ 1 കിടക്കുന്നത് അല്ലേ. അതുകൊണ്ട് 1 - 2 ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം ഓരോ മൈനസ് സൈൻ നിങ്ങൾ ഇട്ട് കൊടുക്കുക. എക്സ് വൈ മൈനസ് എക്സ് വൈ എന്താണ്? 0 ആണല്ലേ. അതുപോലെ എക്സ് മൈനസ് ഓഫ് മൈനസ് എക്സ്, മൈനസ് മൈനസ് കൂടെ പ്ലസ് ആവും. അപ്പൊ എക്സ് പ്ലസ് എക്സ് എന്താണ്? 2x. അടുത്ത എന്താണ്? വൈ മൈനസ് ഓഫ് മൈനസ് വൈ, അവിടെയും വൈ പ്ലസ് വൈ ആവും. അപ്പൊ എന്താണ്? 2y. 1 മൈനസ് ഓഫ് പ്ലസ് 1 ആണ്. മൈനസും പ്ലസും കൂടെ മൈനസ് ആവും. അപ്പോൾ 1 - 1 എന്ന് പറയുന്നത് 0 ആവും. ഇനി അടുത്തത് ഇവിടെ നോക്കിയേ. ഇവിടെ 1 - 1 എന്ന് പറയുന്നത് 0 ആണ്. 7 - 3 എന്ന് പറയുന്നത് 4 ആണ്. 2 - 1 എന്ന് പറയുന്നത് 1 ആണ്. 1 - 1 0 ആണ്. അപ്പോൾ നമുക്ക് 2x പ്ലസ് 2y എന്ന് പറഞ്ഞാൽ 140 എന്ന് കിട്ടി. ഇനി ഇതിൽ നമുക്ക് കോമൺ എടുക്കാമല്ലോ. 2 ഓഫ് എക്സ് പ്ലസ് വൈ അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു 140 ആണ്. അതായത് എക്സ് പ്ലസ് വൈ എന്താണ്? 140. ഇവിടെ 2 മൾട്ടിപ്ലിക്കേഷനിലാണ്, അതിവിടെ വരുമ്പോൾ ഡിവിഷൻ ആവും. അതായത് 70 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് വൈ അതിന്റെ സം എത്ര കിട്ടി? 70 എന്ന് കിട്ടി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ നമ്പേഴ്സ്, അതായത് സംഖ്യകൾ കണ്ടുപിടിക്കാനാണ് അല്ലേ. സംഖ്യകൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? എക്സ് പ്ലസ് വൈയും വേണം, എക്സ് മൈനസ് വൈയും വേണം. ഇവിടെ നമുക്ക് എക്സ് ഇൻറ്റു വൈയും ഉണ്ട്, എക്സ് പ്ലസ് വൈയും ഉണ്ട്. എക്സ് മൈനസ് വൈ കണ്ടുപിടിക്കാൻ നമ്മൾ എന്തായിരുന്നു ചെയ്യുന്നത്? നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട് അല്ലേ. ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എക്സ് വൈ എന്നാണല്ലേ. അപ്പോൾ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ, എക്സ് പ്ലസ് വൈ എന്തായിരുന്നു? ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 70 ആണ്. 70യുടെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എക്സ് വൈ എന്തായിരുന്നു? 1200 ആയിരുന്നു അല്ലേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്തത് 1200. 70യുടെ സ്ക്വയർ, 7ന്റെ സ്ക്വയർ എത്രയാണ്? 7 ഇൻറ്റു 7 49 ആണ്. 49 പിന്നെ 2 പൂജ്യം കൂടെ വരും അല്ലേ. മൈനസ് 12 ഇൻറ്റു 4 എത്രയാണ്? 48 ആണ്. ഒന്ന് ചെയ്ത് നോക്കണേ. 48 ആണ്. 2 പൂജ്യം ഇവിടെ ഉണ്ട്, അതുകൂടെ എഴുതി. അപ്പൊ 4900 നിന്ന് 4800 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുന്നത്? 100 ആണല്ലോ. 100. എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ആണ് 100. അപ്പൊ എക്സ് മൈനസ് വൈ എന്തായിരിക്കും? റൂട്ട് ഓഫ് 100 ആണ് അല്ലേ. റൂട്ട് ഓഫ് 100 ആണ്. എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ആണ് 100. അപ്പൊ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എന്താണ്? ഈ സ്ക്വയർ ഇങ്ങ് ഇപ്പുറത്ത് വരും, അതായത് റൂട്ടായിട്ട് വരും. 100ന്റെ റൂട്ട് എത്ര ആയിരിക്കും? 10 ആയിരിക്കും അല്ലേ. അപ്പൊ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 10 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെയുണ്ട്? എക്സ് പ്ലസ് വൈ ഉണ്ട്, എക്സ് മൈനസ് വൈ ഉണ്ട്. അപ്പൊ ഈ രണ്ട് സംഖ്യകളുടെ സമ്മും ഡിഫറൻസും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? സം എന്ന് പറയുന്നത് 70 ആണ്, ഡിഫറൻസ് എന്ന് പറയുന്നത് 10 ആണ്. ഇത് തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 80 എന്ന് കിട്ടും അല്ലയോ. ഈ 80 എന്ന് പറയുന്നത് വലിയ സംഖ്യയുടെ ട്വൈസ് ആണ്. വലിയ സംഖ്യ എക്സ് ആണെങ്കിൽ അതിന്റെ ഡബിൾ ആയിരിക്കും. അപ്പൊ എക്സ് എത്രയായിരിക്കും? എക്സ് ഈക്വൽ ടു 80/2 അല്ലേ. 80/2 എന്ന് പറയുന്നത് 40. വൈയോ? വൈ എന്ന് പറയുന്നത് ഈ രണ്ട് സംഖ്യകളുടെയും ഡിഫറൻസ്. അപ്പൊ 70 - 10 എന്ന് പറയുന്നത് 60 ആണ്. അതായത് 60 എന്ന് പറഞ്ഞാൽ 2y ആണ് അല്ലെ. ചെറിയ നമ്പർ y ആണെങ്കിൽ വൈയുടെ ട്വൈസ് ആയിരിക്കും. അപ്പൊ y എത്രയായിരിക്കും? 60/2, അതായത് 30. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. നമുക്കിനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യനും ഇപ്പൊ നമ്മൾ ചെയ്ത രണ്ട് ക്വസ്റ്റ്യന്റെ അതേ മോഡലിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ വ്യത്യാസം എന്താണെന്ന് ഞാൻ ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2 ഓഡ് നമ്പർ എടുത്തിട്ടുണ്ട്. ആ 2 ഓഡ് നമ്പർ കഴിഞ്ഞിട്ടുള്ള 2 ഓഡ് നമ്പറിന്റെ പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒറിജിനൽ ഓഡ് നമ്പറിന്റെ തൊട്ട് മുന്നിലുള്ള ഓഡ് നമ്പറിന്റെ പ്രോഡക്റ്റും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ഇവിടെ 2 ഓഡ് നമ്പേഴ്സിനെ എക്സ് കോമ വൈ എന്ന് എടുത്തല്ലേ. അതായത് ഒറ്റ സംഖ്യകൾ. ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യകളെ എക്സ് കോമ വൈ എന്ന് എടുത്തിട്ടുണ്ട്. ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാണ്? 1, 3, 5, 7 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സ് ആണ് ഒറ്റ സംഖ്യകൾ അല്ലേ. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ഈ 2 ഓഡ് നമ്പേഴ്സും കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ഓഡ് നമ്പർ അല്ലേ, തൊട്ടടുത്ത ഒറ്റ സംഖ്യയാണ് വേണ്ടത്. അപ്പൊ നോക്കിയേ, 1 എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ, 1 എന്ന് പറയുന്ന ഒരു ഒറ്റ സംഖ്യ ആണെങ്കിൽ അതിന്റെ തൊട്ടടുത്ത ഒറ്റ സംഖ്യ ഏതാണ്? 3 ആണല്ലേ. 3 കഴിഞ്ഞാലോ 5, 5 കഴിഞ്ഞാലോ 7, ഇങ്ങനെ പോകും. അതായത് 1 കഴിഞ്ഞിട്ട് എത്ര കൂട്ടുമ്പോഴാണ് 3 കിട്ടുന്നത്? 1ന്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 3 ആണോ കിട്ടുന്നത്? അല്ല, 1ന്റെ കൂടെ 2 കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 3. അതേപോലെ തന്നെ 3ന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ്? 2 കൂട്ടുമ്പോഴാണ് 5 കിട്ടുന്നത്. 5ന്റെ കൂടെ 2 കൂട്ടുമ്പോഴാണ് 7 കിട്ടുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ഇതുപോലെ തന്നെ ഒരു ഓഡ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ എക്സും വൈയും ആണ് എടുത്തേക്കുന്നത്. ഇതിന്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ, 1 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഓഡ് നമ്പർ ആയിരിക്കും കിട്ടുന്നത്? അല്ല. അപ്പൊ ഇനി നമുക്ക് തൊട്ടടുത്ത ഓഡ് നമ്പർ കിട്ടണമെങ്കിൽ എത്ര കൂട്ടണം? 2 വീതം കൂട്ടണം അല്ലെ. അപ്പൊ എക്സിന്റെ കൂടെയും 2 കൂട്ടണം, വൈയുടെ കൂടെയും 2 കൂട്ടണം. അപ്പൊ ഇതുപോലെ തന്നെ ഓഡ് നമ്പറോ ഈവൻ നമ്പറോ തന്നിട്ട് തൊട്ടടുത്ത നമ്പറോ അല്ലെങ്കിൽ തൊട്ട് പുറകിലുള്ള നമ്പറോ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ
തൊട്ട് അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ 2 കൂട്ടണം. തൊട്ട് മുമ്പിലത്തെ നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് കുറയ്ക്കണം? 2 കുറയ്ക്കണം അല്ലേ? അപ്പൊ 2 വീതം കൂട്ടുമ്പോൾ എന്ത് കിട്ടും? എക്സ് പ്ലസ് 2ഉം വൈ പ്ലസ് 2ഉം. അതിന്റെ പ്രോഡക്റ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. എത്രയാണ്? 285. നമുക്കിതിനെ ഒന്ന് അകത്തോട്ടിട്ട് ഗുണിക്കാമല്ലോ. എങ്ങനെയാണ്? എക്സ് വൈ, ഇതിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എക്സ് വൈ പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് 2 സ്ക്വയർ. ഇങ്ങനെയായിരുന്നു നമ്മൾ ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ഈ 2നെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താണ് വെക്കുന്നത്. അപ്പൊ എക്സ് വൈ പ്ലസ് 2x പ്ലസ് 2y പ്ലസ് 2ന്റെ സ്ക്വയർ എത്രയാണ്? 4 ഈക്വൽ ടു 285. നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ആണിത്. അടുത്ത് നോക്കി, അടുത്തത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ഈ 2 ഓഡ് നമ്പേഴ്സിന്റെ തൊട്ട് പുറകിലുള്ള നമ്പറാ വേണ്ടേ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ പുറകിലുള്ള നമ്പേഴ്സിനെ എങ്ങനെ എടുക്കാം? എക്സിൽ നിന്നും 2 കുറയ്ക്കണം അല്ലേ? അപ്പൊ എക്സ് മൈനസ് 2 ഇൻറ്റു എന്ത് വരും? വൈ മൈനസ് 2 ഈക്വൽ ടു എത്രയാണ് ഇവിടെ? 165. ഇനി ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ അങ്ങ് ഡയറക്റ്റ് ചെയ്യാം. എന്താണ്? എക്സ് വൈ മൈനസ്, നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഇങ്ങനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. മൈനസ് 2x മൈനസ് 2y പ്ലസ് 4 ഈക്വൽ ടു 165. ഇത് ഇക്വേഷൻ നമ്പർ 2. അപ്പൊ ഇവിടെ നിന്ന് നോക്കിയേ, ഇവിടെ നമുക്ക് കഴിഞ്ഞ 2 ക്വസ്റ്റ്യനിലെ പോലെ പാർട്ട് പാർട്ടായിട്ടാണോ ചോദിച്ചേക്കുന്നത്? അതായത് സംഖ്യകളുടെ പ്രോഡക്റ്റോ സംഖ്യകളുടെ സമ്മോ ഒന്നും ചോദിച്ചിട്ടില്ല അല്ലേ? ഡയറക്റ്റ് സംഖ്യകൾ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്നാലും നമുക്ക് എന്തൊക്കെ ചെയ്യണം? നമ്മൾ കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ എക്സ് വൈയും എക്സ് പ്ലസ് വൈയും ഒക്കെ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് എക്സ് മൈനസ് വൈയും കണ്ടുപിടിച്ച് അതിനുശേഷമാണ് എക്സും വൈയും കണ്ടുപിടിക്കുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ പോലെ എല്ലാ സ്റ്റെപ്പും ഇവിടെയും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എല്ലാ സ്റ്റെപ്പും ചെയ്യണം. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഇക്വേഷനെ രണ്ടിനെയും കൂടെ ആഡ് ചെയ്യുവാണല്ലേ, കൂട്ടുവാണല്ലേ. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് കൂട്ടി നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം കൂടെ കൂട്ടാം. 1 പ്ലസ് 2, അതായത് എക്സ് വൈ പ്ലസ് എക്സ് വൈ രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 2xy അല്ലേ. അടുത്ത എന്താണ്? പ്ലസ് 2x മൈനസ് 2x രണ്ടും കൂടെ എന്താവും? ക്യാൻസൽ ആയി പോവും. അതുപോലെ തന്നെ പ്ലസ് 2yയും മൈനസ് 2yയും ക്യാൻസൽ ആവും. അടുത്ത എന്താണ്? 4 പ്ലസ് 4 എത്രയാണ്? 8. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടിയാലോ? 5 5 10 ശിഷ്ടം 1, 8 1 9, 9 6 15 ശിഷ്ടം 1, 2 2 4, 450 എന്ന് കിട്ടും. 450 എന്ന് കിട്ടും. ഇനി എന്താണ്? 2xy കണ്ടുപിടിക്കണം. 2xy എന്ന് പറഞ്ഞാൽ എത്രയാണ്? 450. ഈ 8 അങ്ങ് അപ്പുറത്ത് പോവും. മൈനസ് 8, 10 8 പോകെ 2, ബാക്കി ഇവിടെ എത്രയുണ്ട്? 4 4, 442 എന്ന് കിട്ടും അല്ലേ? അതായത് xy എന്ന് പറഞ്ഞാൽ എത്രയാണ്? xy ഈക്വൽ ടു 442 ഡിവൈഡഡ് ബൈ 2 അല്ലേ? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ വരുമ്പം ഡിവിഷൻ ആവും. ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 221 എന്ന് കിട്ടും അല്ലയോ? അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇക്വേഷൻ രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യണം അല്ലേ? അപ്പോൾ 1 മൈനസ് 2, എക്സ് വൈ മൈനസ് എക്സ് വൈ എന്താണ്? 0 ആണ്. 2x മൈനസ് 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 പ്ലസ് വരും. 2x പ്ലസ് 2x എത്രയാണ്? 4x. അടുത്ത 2y മൈനസ് മൈനസ് 2y, അതായത് മൈനസ് മൈനസ് പ്ലസ് വരും. 2y പ്ലസ് 2y പ്ലസ് 4y. 4 മൈനസ് 4, ഇവിടെ മൈനസും പ്ലസും കൂടെ മൈനസ് വരും. 4 മൈനസ് 4 0 ആണ്. അടുത്തത് 5ൽ നിന്ന് 5ഉം പോകെ 0, 8ൽ നിന്ന് 6ഉം പോകെ 2, 2ൽ നിന്ന് 1ഉം പോകെ 1. അപ്പം എത്ര കിട്ടി? 120. ഇനി നമുക്ക് ഇവിടെ നിന്ന് 4 കോമൺ എടുക്കാമല്ലോ. 4 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 120. അതായത് ഈ 4 അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയാൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 120 ഡിവൈഡ് ബൈ 4 എത്രയാണ്? 12 ഡിവൈഡ് ബൈ 4 എത്രയാണ്? 3 ആണല്ലേ. പിന്നെ ഒരു 0 ഉണ്ട്, 30. അപ്പൊ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 30 എന്ന് കിട്ടി. എക്സ് വൈ എന്ന് പറയുന്നത് എത്ര കിട്ടി? 221 അല്ലേ. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? എക്സ് വൈ ഉണ്ട്, എക്സ് പ്ലസ് വൈ ഉണ്ട്, എക്സ് മൈനസ് വൈ കണ്ടുപിടിക്കണം. എക്സ് മൈനസ് വൈ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് 4xy. എക്സ് പ്ലസ് വൈ എത്രയായിരുന്നു? 30 അല്ലേ. 30ന്റെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എക്സ് വൈ ആണല്ലേ. എക്സ് വൈ എന്ന് പറയുന്നത് 221. 30ന്റെ സ്ക്വയർ എത്രയാണ്? 3ന്റെ സ്ക്വയർ എത്ര? 9 ആണല്ലേ. 3 9 ആണല്ലേ. 9. 0ന്റെ സ്ക്വയർ 2 0. അപ്പോൾ 900 എന്ന് വരും. മൈനസ് 221 ഇൻറ്റു 4. നമുക്ക് എങ്ങനെ ചെയ്യാം? 1 4 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 4 4, 4 2 8, 4 2 8, 884 എന്ന് കിട്ടും അല്ലേ. 900ൽ നിന്ന് 884 മൈനസ് ചെയ്താൽ എത്ര കിട്ടുന്നത്? 16 ആണ് കിട്ടുന്നത്. അപ്പൊ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ആണ് 16. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് വൈ എത്രയാണ്? റൂട്ട് 16 ആണല്ലേ. റൂട്ട് 16 എത്രയാണ്? 4. 4ന്റെ സ്ക്വയർ ആണ് 16. അപ്പൊ 16ന്റെ സ്ക്വയർ റൂട്ടാണ് 4.
അപ്പൊ എക്സ് മൈനസ് വൈ കിട്ടി, എക്സ് പ്ലസ് വൈ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത എക്സും വൈയും കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ എക്സും വൈയും കണ്ടുപിടിക്കുന്നത്? ആ രണ്ട് സംഖ്യകളുടെ സമ്മ് അറിയാം 30, സമ്മും അതിന്റെ ഡിഫറൻസ് 4 കൂടെ കൂട്ടുന്നതായിരിക്കും എന്ത്? വലിയ സംഖ്യയുടെ ട്വൈസ് അല്ലേ. അപ്പൊ ഇവിടെ കൂട്ടും 30 + 4 എത്രയാണ്? 34. 34 2x. അതായത് എക്സ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 34 ÷ 2 എന്ന് കിട്ടും അല്ലേ. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ 17 എന്ന് കിട്ടും. അടുത്ത് നമുക്ക് വൈ കണ്ടുപിടിക്കണം. വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ രണ്ട് സംഖ്യകളുടെ സമ്മും അതിന്റെ ഡിഫറൻസ് കൂടെ മൈനസ് ചെയ്യുന്നതാണ്, സബ്ട്രാക്ട് ചെയ്യുന്നതാണ് അല്ലേ. അപ്പൊ 30 - 4 എത്രയാ? 26. അപ്പൊ ഈ 26 എന്ന് പറഞ്ഞ 2y ആണ് അല്ലേ. അപ്പൊ y എന്ന് പറഞ്ഞ എത്രയാണ്? 26 ÷ 2. 26 ÷ 2 എത്രയാ? 13, 13 അല്ലേ. അപ്പൊ എക്സിന്റെ വാല്യൂ 17, വൈയുടെ വാല്യൂ 13. അപ്പൊ ഈ പാർട്ടിലെ മുഴുവൻ ക്വസ്റ്റ്യനും ചെയ്തു കഴിഞ്ഞു. അടുത്ത പാർട്ടുമായിട്ട് വേഗം വരുന്നതായിരിക്കും. താങ്ക്